സിസ്റ്റർ ആഗ്നസിന്റെ അടക്കൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഡോങ്ഷു നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ അവിടെ ജാങ്സൺ കൂടി എത്തുന്നു. ജാങ്സണും ട്രക്ക് ഡ്രൈവറിനെ പിടികൂടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം എല്ലാം തന്നെ അവനെയും അറിയിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ആ ട്രക്ക് ഡ്രൈവർ ആരാണെന്ന് കാണിക്കുന്നത്. അതായത് ജാങ്സൺ പറഞ്ഞത് പ്രകാരം അഡ്മിനിസ്ട്രേറ്ററുടെ കൂടെ ഡോങ്ജുനെ ഉപദ്രവിക്കുവാനായിട്ട് എല്ലാം തന്നെ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ആ വ്യക്തി തന്നെ ആയിരുന്നു ഇതും. അയാളുടെ പേര് യാങ് എന്നാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ഒരു സ്ത്രീ എത്തുകയാണ്. ആ ഒരു സ്ത്രീയും ഡോങ്ചുവിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഡോങ്ചു അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നിനക്ക് ഓർമ്മയൊന്നും ഇല്ല എന്ന കാര്യം ആഗ്നസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ തിരിച്ചറിയുവാൻ പോലും നിനക്ക് കഴിയുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ നിൽക്കുന്ന സമയത്താണ് അവരുടെ പേര് മാഡം പൈ എന്നാണ്. സിസ്റ്റർ ആഗ്നസിനെയും ഡോങ്ചുവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചാങ്സണും മെസ്സേജ് വരുന്നത്. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് ടോങ്ചോം ചോളും സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ റുഗ്ബി എന്ന സ്പോർട്സ് ഗെയിമില് ടോങ്ചും ചോളും ഒന്നിച്ചുണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ ഇപ്പോൾ അവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ടോങ്ചുവിന്റെ കൂടെ മാഡം പൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ചോള് ഗെയിമിന്റെ ഇടയ്ക്ക് കുറച്ച് കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആ കുട്ടികളെ രക്ഷിക്കുവാനായിട്ടായിരുന്നു ഡോങ്ചു ചോളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഡം പൈയും സംസാരിക്കുന്നു. പക്ഷെ ആ കുട്ടികൾ എല്ലാവരും കൂടി പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കടന്നു വന്നതിന് ശേഷം എല്ലാത്തിനും പിന്നിൽ ഡോങ്ജു ആയിരുന്നു എന്ന രീതിക്കാണ് സംസാരിക്കുന്നത്. അതായത് ഡോങ്ജു ആയിരുന്നു ചോളിന്റെ അടുത്ത് ആദ്യം അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് അവരും ഇപ്പോൾ എഴുതി സൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു കുട്ടികളെ രക്ഷിക്കുവാനായിട്ടായിരുന്നല്ലോ ഞാനും ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓർത്ത് ഡോങ്ജു ഇപ്പോൾ ആകെ നിരാശനാകുന്നു. അങ്ങനെ ഇരിക്കെ ചോളിന്റെ അച്ഛൻ കൂടി അവിടേക്ക് എത്തുന്നു. എന്തായാലും ചോളിന്റെ അച്ഛനെയും കൂടി അവിടെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ഡോങ്ചുവും ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് കള്ളം പറയുന്നതെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ കാര്യമൊക്കെ മനസ്സിലായത്. നിങ്ങളും ആ കുട്ടികൾക്ക് എന്തെങ്കിലും നൽകി കാണും, അതുകൊണ്ടായിരിക്കാം ശരിക്കും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ചോളിന്റെ പേര് പറയാതെ എന്റെ പേരൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ഞാനും ഇവിടെ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു മാഡം പൈനെയും വിളിച്ചുകൊണ്ട് അവനും പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാത്തിനും പിന്നിൽ ഉണ്ടായിരുന്നത് ജാങ്സൺ ആയിരുന്നു. അതായത് ജാങ്സൺ ആയിരുന്നു കുട്ടികളെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഡോങ്ചുവിനെതിരായിട്ടൊക്കെ മൊഴി കൊടുക്കാനായിട്ട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഡോങ്ചു വിചാരിക്കുന്നത് ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ചോളിന്റെ അച്ഛനാണെന്നാണ്. ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഇത് 8 വർഷം മുമ്പ് നടന്ന ഒന്നായിരുന്നു. അതായത് ഡേസൺ ഗ്രൂപ്പിലേക്ക് ഡോങ്ചു ജോലിക്കായിട്ട് വന്നതിന് ശേഷം അവനും അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ഒരുപാട് തിരിമറികളൊക്കെ നടന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഗോഹോയും ഡോങ്ചുയുടെ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നത് കൂട്ടത്തില് അവനും ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ എന്ന രീതിക്ക് പണ്ട് റുഗ്ബി ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ കൂടി വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ ചാങ്സണും ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇതിനു മുമ്പ് പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ചാങ്സൺ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടെത്തുവാനായിട്ട് അന്ന് തന്നെ ഗുഹയുടെ അടുത്തായിട്ടും ചാങ്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീയും സിസ്റ്റർ അഗ്നസും കുട്ടികളായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അമ്മ നിങ്ങളെ രണ്ടുപേരും എന്നെ ഏൽപ്പിച്ചിട്ടൊക്കെ പോയതാണ്. അങ്ങനെ ഇരിക്കെ ഞാനായിരുന്നു നിങ്ങളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. നീയും ഇപ്പോൾ അതൊന്നും തന്നെ ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഡപ്പൈ ആകെ കരയുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഡോങ്ചുവും ജാങ്സന്റെ അടുത്ത് ഇപ്പോൾ മാഡം പൈ ഭയങ്കര കരച്ചിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം അവരുടെ കൂടെയൊക്കെ ഇരിക്കട്ടെ, അതുവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പകരമായിട്ട് നിങ്ങൾ നോക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാ ചുമതലകളും ജാങ്സനെ ഏൽപ്പിച്ചിട്ട് അവനും മാഡം പൈനെ കൂട്ടിക്കൊണ്ട് മറ്റൊരു റൂമിലേക്കും പോകുന്നു. ഗൂഹോയും ആ റൂമിന് വെളിയിലായിട്ട് ഇവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് കുറെ നേരത്തിന് ശേഷം കരച്ചിലൊക്കെ നിർത്തിയിട്ട് മാഡം പൈയും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം, നീയും കുറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങ എന്നൊക്കെ അകത്തുണ്ടായിരുന്ന ഡോങ്ചുന്റെ അടുത്തായിട്ടൊക്കെ പറയുന്നുമുണ്ട്. പിന്നീട് മാഡം പൈയും തിരികെ പോകുന്നു. ഇതെല്ലാം തന്നെ ഗുഹോയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നും ഒരു നഴ്സിന്റെ വേഷമൊക്കെ കെട്ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. സിസ്റ്റർ ആഗ്നസിനെ കൊന്നിട്ടുണ്ടായിരുന്ന യാങ്ങിനെ ഒരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വീൽ ചെയറിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത് ജാങ്സൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അയാളും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ യാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന കൈവിലങ്ങൊക്കെ അഴിച്ചതിന് ശേഷം ഒരു വെന്റിലേഷൻ വഴി ഇറങ്ങി പൊയ്ക്കൊള്ളുവാനായിട്ട് യാങ്ങിന്റെ അടുത്തും അവൻ പറയുന്നു. പക്ഷെ അവനും അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് നേരെ ഡോങ്ചുന്റെ മുന്നിലേക്കായിരുന്നു. ഡോങ്ചും ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് യാങ്ങിനെ കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം അവന്റെ ഫേസും റിവീൽ ചെയ്യുകയാണ്. ആദ്യമായിട്ട് മാനേജർ യുവിനെ അവൻ കാണുവാനായിട്ട് പോയ സമയത്ത് അവനെ ഈ ഒരു യാങ് ഉപദ്രവിച്ചതും അതുപോലെ തന്നെ ടോർച്ചർ റൂമിലൊക്കെ കൊണ്ടുപോയി വീണ്ടും അവനെ ഉപദ്രവിച്ചതും ഏറ്റവും ഒടുവിലായിട്ട് സിസ്റ്റർ ആഗ്നസിനെ യാങ് കൊന്നിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും എല്ലാം തന്നെ ഇപ്പോൾ ഡോങ്ചുവും ഓർക്കുന്നു. മാത്രമല്ല ഡോങ്ചു ഇപ്പോൾ യാങ്ങിനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ഇനി ഒരു ഡോക്ടറും നേഴ്സും കൂടി ചേർന്നിട്ട് യാങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ തന്നെ ഒരു നേഴ്സ് വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പോലീസും അറിയിക്കുന്നത്. സോ അപ്പോഴാണ് അവര് യാങ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും.
ഡോക്ടർ കങ് പള്ളിയിലെത്തുമ്പോഴത്തേക്കും അവിടെ അച്ഛനെ കണ്ട് ആകെ ഞെട്ടുന്നു. അങ്ങനെയിരിക്കെ ആയിരുന്നു അച്ഛനും ഞാനായിരുന്നു ഈ പള്ളിയുടെ ചുറ്റുമുള്ള മരങ്ങളെല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നാണ് ഇതുപോലെ സിസ്റ്റർ ആഗ്നസിനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ ഡോക്ടർ കാങ്ങിന്റെ അടുത്തും അച്ഛൻ പറയുന്നു. അപ്പോഴാണ് സിസ്റ്റർ ആഗ്നസ് എന്നത് ഡോങ്ചുന്റെ സഹോദരിയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ ഡോക്ടർ കാങ്ങും അച്ഛനെ അറിയിക്കുന്നത്. അപ്പോഴേക്കും ചെയർമാനും ഈഡും അതുപോലെ തന്നെ ഈഡുന്റെ മകനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡോങ്ചുവും യാങ്ങിനെ ഇടിച്ചുകൂട്ടി ഇപ്പോൾ വണ്ടിയിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാമെന്ന് ഇന്നാം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഡോങ്ചുവും തിരിച്ചു പള്ളിയിലേക്ക് മടങ്ങുന്നു. യാങ്ങിനെ ഹോസ്പിറ്റലിൽ നിന്നും കാണാതായിരിക്കുന്നു. രണ്ടുപേര് ചേർന്നിട്ടായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിലുണ്ടായിരുന്ന ഒരാൾ ഇന്നാമാണ് എന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ ഉറപ്പായിട്ടും ഡോങ്ചു ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ ചാങ്സിനും അഡ്മിനിസ്ട്രേറ്റർ അയച്ചു കൊടുത്തിരിക്കുന്നു. അങ്ങനെയിരിക്കെ അപ്പോൾ ഡോങ്ചു ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു സംശയത്തിലൊക്കെ അവർ നിൽക്കുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ പ്രാർത്ഥനയൊക്കെ തുടങ്ങുകയും ഡോങ്ചു അവിടെ വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും യാങ്ങിനെ കാണാതായതിൽ ഡോങ്ചുന് പങ്കുണ്ടോ ഇല്ലയോ എന്ന കാര്യം അവർക്ക് ഉറപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ചെയർമാൻ ചായക്കും ഓർമ്മകൾ പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയിരിക്കെ ചെയർമാൻ ചായയും ഡോങ്ചുന്റെ അടുത്ത് നിൽക്കുന്നത് ഡോങ്ചുന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ഡോങ്ചുന്റെ ചേച്ചി മരണപ്പെട്ടു എന്നും ആ ഒരു അടക്കൊക്കെ കൂടുവാനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയതെന്നുമുള്ള കാര്യം ചെയർമാൻ ചായനെ ടയോൺ അറിയിക്കുന്നത്. അങ്ങനെയിരിക്കെ ഇവരെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാങ്സണും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഫണ്ടിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഒരു പൊളിറ്റീഷ്യൻ ജാങ്സനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അയാളെ കാണുവാനായിട്ട് ജാങ്സണും ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അയാൾ കാണുന്നത് മറ്റൊരാളെയാണ്. അതായത് നമ്മൾ എപ്പിസോഡ് 1 ഒരു ക്യാറ്റിന്റെ അടുത്ത് ഹിഡൻ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഡോങ്ചു ഒരാളെ കുടുക്കിയതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അസംബ്ലിമാനാണ് ഇത്. സോ എല്ലാ കാര്യങ്ങളും നേരിട്ട് നോക്കിക്കൊള്ളുവാനായിട്ട് പറഞ്ഞിട്ട് എന്നെ ആയിരുന്നു പൊളിറ്റീഷ്യൻ അയച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിക്കാണ് അസംബ്ലിമാനും സംസാരിക്കുന്നത്. ജാങ്സണോ ഇപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ തൊട്ടടുത്തായിട്ടൊരു മാൻഹോൾ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുള്ളിലുണ്ടായിരുന്ന ഡോങ്ചുവും ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി വന്നിട്ട് അത്രയും നേരം ജാങ്സൺ ഉണ്ടായിരുന്ന ആ ഒരു വീടിനുള്ളിലേക്കും കയറി ചെല്ലുന്നു. അങ്ങനെ ഇരിക്കെ അസംബ്ലിമാൻ മറ്റാരോടോ സംസാരിക്കുന്നതും അവന് കേൾക്കുകയാണ്. ജാങ്സണും ഈഡോനോട് സംസാരിക്കുന്നു. അടക്കിന് വന്ന സമയത്ത് ചെയർമാൻ സാർ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്കും ഓർമ്മക്കുറവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക, എത്രയും വേഗം ഡേയ്സൺ എനർജിയൊക്കെ വിൽക്കുവാനായിട്ടുള്ള നടപടികൾ ചെയ്യുക എന്ന രീതിക്കാണ് ജാക്സൺ സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അഡ്മിനിസ്ട്രേറ്ററും ഇപ്പോൾ ഗുഹനെ കോൾ ചെയ്തതിനു ശേഷം യാങ്ങിനെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ എത്രയും വേഗം അവനെ കണ്ടെത്തുവാനായിട്ട് ജാങ്സണോട് പറയണമെന്നൊക്കെ പറയുന്നുമുണ്ട്. ഒന്നാം ഒരുപാട് തവണ ഡോങ്ചുനെ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡോങ്ചു കോൾ കട്ട് ചെയ്യിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇപ്പോൾ ഡോങ്ചുവും സോജു മേടിച്ചതിന് ശേഷം ചെയർമാൻ ചായയുടെ ലോക്കറൊക്കെ തുറന്നിട്ട് അതിന്റെ ഉള്ളിൽ സോജുവും എടുത്തു വെക്കുന്നു. പണ്ട് ഉണ്ണാമിന്റെ അച്ഛൻ സിഹുൺ എന്ന പേരുള്ള ഒരു കുട്ടീനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നല്ലോ. നീയും അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് സെക്രട്ടറിയുടെ അടുത്ത് ചെയർമാൻ ചാ ചോദിക്കുമ്പോഴത്തേക്കും തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന് സെക്രട്ടറിയും ചെയർമാൻ ചായയുടെ അടുത്ത് പറയുന്നു. എന്തായാലും സെക്രട്ടറി അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും സോജുവിന്റെ ബോട്ടിലും അതുപോലെ തന്നെ ലോക്കർ തുറന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ചെയർമാനും നീ എല്ലാം ഓർത്തെടുത്തോ എന്നൊക്കെ ഡോങ്ജുവിന്റെ അടുത്തും ചോദിക്കുന്നു. അപ്പോഴായിരുന്നു ആ റൂമിലേക്ക് ഈഡോ കൂടി കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈഡോയും ഡോങ്ജുന്റെ കയ്യിൽ സോജുവിന്റെ ബോട്ടിലിരിക്കുന്നതും ശ്രദ്ധിക്കുകയാണ്. ഇതിനു മുമ്പ് സ്യോൻവു ഡോങ്ജുനെ കണ്ട സമയത്ത് ചെയർമാൻ ചായയുടെ വീട്ടിലായിരുന്നു ഡോങ്ജുനെ കൊണ്ടയാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോങ്ജുനെ അന്വേഷിച്ച് അവനും ചെയർമാൻ ചായയുടെ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴായിരുന്നു ഡുഖിയും കുഹിയും ടയോണും കൂടി വന്നിട്ടുണ്ടായിരുന്ന വണ്ടി സ്യോൻവുവിന്റെ ശ്രദ്ധയിലും പെടുന്നത്. സോ സ്യോൻവുവും ടയോണിന്റെ അടുത്ത് ഇവിടെയാണോ ഡോങ്ചു താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും ഡുഹിയും അവനെ മാറ്റി നിർത്തിയൊക്കെ സംസാരിക്കുന്നു. എങ്കിൽ പോലും സ്യോൻവു ഇതുപോലെ ചെയർമാന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മകനാണെന്നുള്ള കാര്യം ഡോഹിക്ക് മാത്രമേ അറിയിക്കുകയുണ്ടായിരുന്നുള്ളൂ. സോ സ്യോൻവുവിനെ തന്ത്രപരമായിട്ട് അവിടെ നിന്നും ഒഴിവാക്കുകയായിരുന്നു അവൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോങ്ചുവും എല്ലാ ഓർമ്മകളൊന്നും തനിക്ക് വന്നിട്ടില്ല എന്നും ഈ ഒരു സോച്ചൊക്കെ വെച്ച ലോക്കറിന്റെ നമ്പർ മാത്രമാണ് താനിപ്പോൾ ഓർത്തിരിക്കുന്നതെന്നുമൊക്കെ ചെയർമാൻ ചായയുടെയും ഈഡുന്റെയും അടുത്തായിട്ട് പറയുന്നു. അങ്ങനെ ഇരിക്കെ കുഹിയും ആ ഒരു റൂമിലേക്ക് കടന്നു വരികയാണ്. യൂസോൺ കെമിക്കൽ ഡെയ്സൺ കെമിക്കലുമായിട്ട് ഒരു ഡീൽ വെച്ച കാര്യമൊക്കെ അറിഞ്ഞിട്ടായിരുന്നു അവളും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. യൂസോൺ കെമിക്കൽ എന്ന് പറയുന്നത് ജാങ്സന്റെ കമ്പനിയും അതുപോലെ തന്നെ ഡെയ്സൺ കെമിക്കൽ എന്ന് പറയുന്നത് ചെയർമാൻ ചായയുടെ കമ്പനിയുമാണ്. അങ്ങനെ ഇരിക്കെ ഡെയ്സൺ കെമിക്കലിന്റെ ഓണർ ആകുവാനായിട്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് എന്റെ കമ്പനിയാണ്, അത് ഒരിക്കലും ജാങ്സന്റെ കമ്പനിക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന രീതിക്ക് കുഹിയും സംസാരിക്കുന്നു. ജാങ്സന് നമ്മുടെ ഡെയ്സൺ എനർജി വിൽക്കണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന കാര്യം ഈഡുവും ഇപ്പോൾ ചെയർമാൻ ചായനെ അറിയിക്കുന്നു. എന്തായാലും ജാങ്സൺ ഇപ്പോൾ കുറെ ആയിട്ട് നമുക്കെതിരായിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കുറച്ച് പണമൊക്കെ കൊടുത്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്കാണ് ചെയർമാൻ ചായം സംസാരിക്കുന്നത്.
പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ ഒരുപാട് ബുക്കിലൊക്കെ നോക്കി. പക്ഷെ മീറ്റ് ലോക്കറിന്റെ പാസ്പോർട്ട് ഒരിടത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് ചെയർമാൻ ചാ പറയുമ്പോഴത്തേക്കും ഡോങ്ചും അവിടെ ഉണ്ടായിരുന്ന പെന്നൊക്കെ ഇട്ടുവെച്ച സ്റ്റാൻഡും ചെയർമാൻ ചായക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴായിരുന്നു ചെയർമാൻ ചായും ഓ നമ്മൾ രണ്ടുപേരും കൂടി ഇതിലായിരുന്നല്ലോ അത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി അതും എടുക്കുന്നത്. അതായത് ഇതിനു മുമ്പ് ഒരു തവണ ചെയർമാൻ ചാ ആ ഒരു പെന്നിന്റെ സ്റ്റാൻഡ് തപ്പിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്നും പേപ്പർ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ആ ഒരു സ്റ്റാൻഡ് തപ്പിയ കാര്യവും ചെയർമാൻ ചാ മറന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിന്റെ അകത്തുനിന്ന് കോഡൊക്കെ എഴുതിയ പേപ്പർ കിട്ടുമ്പോഴത്തേക്കും ചെയർമാൻ ചാ ഒരുപാട് സന്തോഷിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു കോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പെൻ സ്റ്റാൻഡിലാണെന്ന് ഓർമ്മയുണ്ടായിരുന്ന ഡോങ്ചും അവിടെ എത്തിയിട്ട് പെൻ സ്റ്റാൻഡ് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്തുനിന്നും കോഡൊന്നും തന്നെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ തന്നെ ആയിരുന്നു അതിൽ കോഡൊക്കെ എഴുതി വെച്ചിട്ട് ഇപ്പോൾ ചെയർമാൻ ചായക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലോക്കറിന് മുമ്പിൽ എത്തിയതിനു ശേഷം ചെയർമാൻ ചായും ഡോങ്ചുന് കോഡൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒറ്റത്തവണ നോക്കിയതിൽ നിന്നും ഞാൻ കോഡ് കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഡോങ്ചുവും ഇപ്പോൾ കോഡൊക്കെ കൃത്യമായി അടിച്ചിട്ട് ലോക്കറും തുറക്കുന്നു. ചെയർമാൻ ചായുടെ ലോക്കറിൽ നിന്നും കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് പണവും ഗോൾഡുമായിട്ട് ജാങ്സിനെ കാണുവാനായിട്ട് ഡോങ്ചു എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കിട്ടി കഴിയുമ്പോഴത്തേക്കും ജാങ്സനും ഒരുപാട് സന്തോഷിക്കുകയാണ്. മാത്രമല്ല ഇനിയും എല്ലാ ഓർമ്മകളും അവനെ തിരിച്ചു കിട്ടട്ടെ എന്നും പറയുന്നു. പക്ഷേ ഡോങ്ചു അവിടെ നിന്ന് പോകുന്ന സമയത്ത് യാങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം അവിടെ നിലത്തൊക്കെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗുഹോയും മോതിരം കണ്ട് അത് യാങ്ങിന്റെ ആണെന്നൊക്കെ തിരിച്ചറിയുന്നു. സോ ഇപ്പോൾ ജാങ്സനും ഗുഹോയും കൂടി ചേർന്നിട്ട് തോക്കുമായിട്ട് ഡോങ്ചുന്റെ പിന്നാലെ പോയിട്ട് നീ ഇത്രയും നാളും നിനക്ക് ഓർമ്മയൊന്നും ഇല്ലാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നല്ലേ, എല്ലാ ഓർമ്മകളും നിനക്ക് തിരിച്ചു കിട്ടിയതാണല്ലേ, എന്തായാലും എന്റെ പണമൊക്കെ നീ എപ്പോഴും തിരിച്ചു തരും, എത്രയും വേഗം അതൊക്കെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ജാങ്സനും ആകെ ദേഷ്യപ്പെടുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഡോങ്ചും പെട്ടെന്ന് തന്നെ ആ ഒരു തോക്കൊക്കെ കൈക്കലാക്കിയതിനു ശേഷം ജാങ്സന്റെ നെറ്റിക്ക് മുകളിലായിട്ട് തോക്ക് ചൂണ്ടിയിട്ട് ഏത് പണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് ശരിക്കും ഓർമ്മകൾ നഷ്ടപ്പെട്ടതാണ് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറ എന്ന രീതിക്ക് സംസാരിക്കുന്നു. പക്ഷേ അവരും മൊത്തത്തിൽ അവന് ഓർമ്മ തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്ന സംശയത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോങ്ചുവും ആ ഒരു തോക്കൊക്കെ മാറ്റിയിട്ട് അവന്റെ തലയ്ക്ക് നേരെയും ചൂണ്ടുകയാണ്. നിങ്ങൾ ഏത് പണത്തിന്റെ കാര്യമാണ് പറയുന്നത്? 2 ട്രില്യൺ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചോണ്ട് പോയെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാം. അങ്ങനെ ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും ആ പണമൊന്നും കിട്ടുവാനായിട്ട് പോകുന്നില്ലല്ലോ. എന്റെ ഉള്ളിൽ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട്, അതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ മൊത്തത്തിൽ മടുത്തു പോയിരിക്കുന്നു, എനിക്ക് പിന്നെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോഴത്തേക്കും എല്ലാം എന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു, നീ ഒരിക്കലും എന്റെ ഒരു പണവും മോഷ്ടിച്ചുകൊണ്ട് പോകില്ല, നീയും എന്നോട് ക്ഷമിക്കണമെന്ന രീതിക്ക് ജാങ്സണും സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഡോങ്ചുവും കയ്യിലുണ്ടായിരുന്ന തോക്ക് തിരിച്ച് ജാങ്സന്റെ കയ്യിൽ കൊടുത്തിട്ട് പോകുന്നു. ജാങ്സൺ ഇപ്പോൾ ആകെ നിസ്സഹായനായിട്ടൊക്കെ നിൽക്കുകയാണ്. അതായത് ഡോങ്ചുന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്ന് അവൻ അറിയിക്കില്ല. അഥവാ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവനെ കൊല്ലുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുവാനും പോകുന്നില്ല. സോ എന്ത് ചെയ്യണമെന്നറിയാതെ അയാളും നിൽക്കുന്നു. ഡോങ്ചു ഇപ്പോൾ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും സിസ്റ്റർ ആഗ്നസ് മരിച്ച വിശ്വത്തിലൊക്കെ ആയിരുന്നു അവനും ഉണ്ടായിരുന്നത്. ചോളിന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജർമ്മൻ ചായയുടെ വീട്ടിൽ കൊടുക്കുവാനായിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ ചാങ്സിന്റെ വൈഫ് ഉണ്ടാക്കിയതിനു ശേഷം ചോളിന്റെ ഉണ്ണാമിന്റെ കയ്യിൽ കൊടുത്തും വിടുന്നു. ഉണ്ണാമും ടോങ്ചുനെ കാണുവാനായിട്ട് ചെന്നിട്ട് അവന്റെ അടുത്ത് സംസാരിക്കുവാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നീ എന്റെ ശരീരത്തുള്ള ബുള്ളറ്റ് ഒക്കെ കൊണ്ട ഈ പാടുകൾ കണ്ടോ, ട്രിപ്പിന് നീ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സമയത്ത് നീ വന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് എന്നെ ആരോ ഒരാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നീ ഉണ്ടായിരുന്ന സമയത്താണ് സിസ്റ്റർ ആഗ്നസിന് അപകടം സംഭവിച്ചതും. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും നീ എപ്പോഴൊക്കെ എന്റെ കൂടെ ഉണ്ടോ അപ്പോഴൊക്കെ തന്നെ എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നീ എന്റെ ലൈഫിലേക്ക് വരുവാനായിട്ട് പാടില്ല എന്ന രീതിക്ക് ഡോങ്ചുവും സംസാരിക്കുന്നു. എന്തായാലും ഡോങ്ചു പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഉണ്ണാമും അവനെ ഹഗ് ചെയ്യുന്നു. മാത്രമല്ല ഈ ഒരു സമയത്ത് അവരുടെ ഫോണിലേക്കും കോൾ വരികയാണ്. ചോളിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് കഴിക്കുവാനായിട്ട് ഡോങ്ചു കൂടി ഇപ്പോൾ എത്തുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡും കഴിക്കുന്നു. എന്തായാലും ആ ഒരു ഫുഡ് എല്ലാം തന്നെ കഴിച്ചതിന് ശേഷം സ്നാക്സ് കഴിക്കുവാനായിട്ട് എല്ലാവർക്കും തന്നെ കൊടുക്കുകയാണ്. ആ ഒരു സ്നാക്സിന്റെ കൂട്ടത്തില് ഹണി കുക്കീസ് ഉണ്ടായിരുന്നു. ഹണി കുക്കീസിനുള്ളില് കറുവപ്പട്ടയും ചേർത്തിട്ടുണ്ട്. പക്ഷെ ചെയർമാൻ ചായക്ക് അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ചെയർമാൻ ചായക്ക് ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന രീതിക്ക് സെക്രട്ടറി സംസാരിക്കുമ്പോഴത്തേക്കുമാണ് ഡോങ്ചുനും ഇത് തനിക്കെതിരായിട്ടുള്ള ഒരു ട്രാപ്പ് ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നത്. അതായത് ചാങ്സിനും ഈ ഒരു കറുവപ്പട്ടയൊക്കെ കഴിക്കുകയാണ് എങ്കിൽ ഡോങ്ചുന് അലർജി വരുമെന്ന കാര്യം നന്നായി തന്നെ അറിയാം. സോ അവന് ശരിക്കും ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇത് കഴിക്കുകയില്ല. ഓർമ്മകൾ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അവൻ ഇത് കഴിക്കുക എന്നൊക്കെ ഈഡുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഈഡുവും ഓർക്കുന്നു. പക്ഷെ ഡോങ്ചുവും അതെടുത്ത് കഴിക്കുന്നുണ്ട്. മാത്രല്ല ഈ ഒരു സമയത്തായിരുന്നു ഫുഡ് കഴിക്കുവാനായിട്ട് ഉണ്ണാമു അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഡോങ്ചുവും ആ ഒരു ഹണി കുക്കീസ് തെരുതെരെടുത്ത് കഴിക്കുന്നുമുണ്ട്. പിന്നീട് അവൻ അവിടെ നിന്നും ഫുൾ കഴിച്ചതിന് ശേഷം പോയി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു
ഉണ്ണാമും അതിലൊരു ഹണി കുക്കി എടുത്ത് കഴിച്ചു നോക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ കറുവപ്പട്ട ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നു. സോ അവളും ഡോങ്ചുനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവനും ഈ ഒരു അലർജി കാരണം ഇൻഫെക്ഷൻ ആയിട്ട് അപ്പോൾ തന്നെ അവിടെ വഴിയിൽ വീണു പോവുകയാണ്. സോ എല്ലാവരും തന്നെ ഇപ്പോൾ ഡോങ്ചിന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവൻ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുന്നു. അങ്ങനെ ഇരിക്കെ ഡോങ്ചിന്റെ ബോധം പോകുന്നതായിട്ടുള്ള ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.